പ്രിയ സഹോദരി സഹോദരങ്ങളെ, യുവതി യുവാക്കന്മാരെ, ഏവർക്കും സ്വാഗതം. 2026 ആണ്ട് നോമ്പിൻ്റെ 32ാം ധ്യാനത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുവാൻ സാധിക്കുന്നതിൽ സന്തോഷിക്കുന്നു. ഇതിൽ താല്പര്യത്തോടെ തുടർച്ചയായി പങ്കെടുക്കുന്ന ജാതി മതലിംഗ ഭേദമന്യേ പങ്കെടുക്കുന്ന ഏവരോടുമുള്ള വാത്സല്യം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ചിന്താ വിഷയം ഇപ്പോൾ ആഗോളതലത്തിൽ എല്ലാവരുടെയും ശ്രദ്ധയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതും നോമ്പും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കുക വളരെ പ്രയോജനം ചെയ്യും എന്ന വിശ്വാസത്തിൽ, പൂർണ്ണമായ വിശ്വാസത്തിൽ ഈ സമകാലീന പ്രസക്തമായ ചിന്തയിലേക്ക് ഒരിക്കൽ കൂടെ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഇത് നാം ഇതുവരെ അവലംബിച്ചതുപോലെ പഠന സ്വഭാവമുള്ള ഒരന്വേഷണമാകയാൽ അതിനെ സഹായിക്കുന്ന വിധത്തിലുള്ള നോട്ട്സ് ക്രമീകരിച്ചിരിക്കുന്നതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിച്ചു കൊള്ളട്ടെ. അപ്പോൾ ഈ ലെൻറ്റിൻ്റെ ഈ ചിന്തയുടെ പ്രധാനപ്പെട്ട ചിന്ത, നോമ്പ് സമാധാനത്തിലേക്കുള്ള വഴിയാണ്, അല്ലെങ്കിൽ സമാധാനത്തിൻ്റെ നോമ്പ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമോ? സമാധാനത്തിൻ്റെ നോമ്പ്, ലെൻറ്റ് ഓഫ് പീസ്, ഇതാണ് നമ്മുടെ ചിന്താ വിഷയം. തീർച്ചയായും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുവാൻ എനിക്ക് യുക്തിയുണ്ട്, അവകാശമുണ്ട്. ഇവിടെ വളരെ വിചിത്രമായ ഒരു സാഹചര്യം ഇപ്പോൾ നമ്മുടെ ദൃഷ്ടിയിൽ, ശ്രദ്ധയിൽ, ചിന്തയിൽ ഇടം പിടിച്ചിരിക്കുന്നതിനാൽ അതുകൊണ്ട് നമ്മുടെ അന്വേഷണം ആരംഭിക്കുന്നത് ഉചിതമാണ്. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ജെ ട്രംപ് അധികാരമേറ്റെടുത്തത് താൻ ലോകത്തിലെമ്പാടും എല്ലായിടത്തും സമാധാനം സൃഷ്ടിക്കും, സമാധാന ദൂതനായി താൻ ചരിത്രത്തിൽ അറിയപ്പെടണം എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടു കൂടെയാണ്. പക്ഷേ ഈ ഒരു വർഷം കൊണ്ട് അദ്ദേഹം വളരെയധികം കലഹങ്ങളിൽ മുഖ്യ പങ്ക് വഹിച്ചു എന്നത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ട്രംപ് ആദ്യം പറഞ്ഞത് ആത്മാർത്ഥതയില്ലാത്ത ജൽപ്പനമായിരുന്നു എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നേ ഇല്ല. അദ്ദേഹം പറഞ്ഞത് ആത്മാർത്ഥതയോടുകൂടെ ആണ് എന്ന് തന്നെ നമുക്ക് സമ്മതിക്കാം. അങ്ങനെ സമ്മതിക്കുന്നതാണ്, അല്ലെങ്കിൽ വിചാരിക്കുന്നതാണ് ഉചിതം. അതുകൊണ്ട് തന്നെ നാം ചോദിക്കേണ്ട ചോദ്യം, എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ അപ്രകാരമുള്ള സമാധാന കേന്ദ്രീകൃതമായ താല്പര്യത്തോടെ ആരംഭിക്കുന്ന ഒരു വ്യക്തി കൂടുതൽ കൂടുതൽ യുദ്ധത്തിലേക്കും കലാപത്തിലേക്കും രക്തച്ചൊരിച്ചിലിലേക്കും നാശനഷ്ടങ്ങളിലേക്കും വഴുതിപ്പോകുന്നത് എന്നത് തിരിച്ചറിയുവാനുള്ള ഒരാവശ്യം നമുക്കുണ്ട്. ഈ വിഷയത്തെപ്പറ്റി നോമ്പിനോടുള്ള ബന്ധത്തിൽ ചിന്തകൾ പങ്കിടണമെന്ന് ചിലരൊക്കെ എന്നോട് അഭ്യർത്ഥിച്ചതുകൊണ്ടും കൂടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്നീ തരുണത്തിൽ അങ്ങനെ എന്നോട് ആവശ്യപ്പെട്ട ആളുകളോടുള്ള നന്ദി സൂചകമായി സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഈ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക, അതായത് ലോക രാഷ്ട്രങ്ങളുടെ ചുമതലയിരിക്കുന്ന ആളുകൾക്ക് വ്യക്തിപരമായി സമാധാനത്തോട് പ്രിയമുണ്ടെങ്കിലും അവിടെ പ്രവൃത്തിയിൽ സമാധാനമല്ല, കലഹമാണ്, യുദ്ധമാണ്, നാശനഷ്ടങ്ങളാണ് മുഖ്യമായും ഇടം പിടിച്ചിരിക്കുന്ന എന്ന വിരോധാഭാസത്തെ മനസ്സിലാക്കാൻ യേശുക്രിസ്തു മണലാരണ്യത്തിൽ അനുഭവിച്ച മൂന്നാമത്തെ പരീക്ഷ, സാത്താൻ യേശുവിനെ മലയുടെ മുകളിൽ കൊണ്ടു നിർത്തുകയും ലോകത്തെയും അതിൻ്റെ രാഷ്ട്രങ്ങളെയും കാണിക്കുകയും അതിൻ്റെ പ്രതാപങ്ങളും സമ്പത്തുമെല്ലാം നൽകാമെന്നും അതിന് ചെറിയൊരു വില കൊടുത്താൽ മതി, ഒന്ന് വീണ് സാത്താനെ നമസ്കരിച്ചാൽ മാത്രം മതിയാകും, ഇത് മുഴുവനും യേശുവിന് നൽകാം എന്ന പ്രലോഭനത്തിന് വഴങ്ങാതെ യേശു എടുത്ത നിലപാട്. അപ്പോൾ അവിടുത്തെ മർമ്മം എന്താണ്? ലോകരാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുവാനുള്ള അധികാരം വേണം എന്ന് ചിന്തിക്കുവാൻ മനുഷ്യ സ്വഭാവത്തിൽ വലിയ വലിയ ന്യായമുണ്ട്, സാധ്യതയുണ്ട്
പ്രവണതകളുണ്ട് എന്നത് നാം തിരിച്ചറിയണമെന്നതാണ്. യേശു അനുഭവിച്ച ഈ മൂന്നാമത്തെ പരീക്ഷയിൽ ചരിത്രത്തിൻ്റെ ഹൃദയത്തുടിപ്പ് നമുക്ക് കേൾക്കാൻ കഴിയും, നാം അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ. അപ്പോൾ എപ്രകാരമാണ് ലോകരാഷ്ട്രങ്ങളുടെ മേൽ നിയന്ത്രണം പ്രാപിപ്പാൻ ഒരു വ്യക്തിക്ക് സാധിക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരവും അവിടെയുണ്ട്. അത് പൈശാചികമായ മർമ്മത്തിൽ ആശ്രയിച്ചാൽ മാത്രമേ അപ്രകാരമുള്ള ആധിപത്യം നൈമിഷികമായി പോലും സ്ഥാപിക്കാൻ സാധ്യമാകുകയുള്ളൂ. ദൈവികമായ ബോധവും ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിക്കും ആ ഒരു ലക്ഷ്യം സ്വീകാര്യമാകുകയില്ല. അത് പൈശാചികമാണ് എന്ന് തിരിച്ചറിയാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടായിരിക്കും. പക്ഷെ അതില്ലാത്ത ഒരു യുഗത്തിൽ, അതില്ലാത്ത ഒരു ജനതയുടെ മധ്യത്തിൽ ഞാൻ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ലോകരാഷ്ട്രങ്ങളെ മുഴുവനും എൻ്റെ രാഷ്ട്രത്തിൻ്റെ കാൽക്കീഴയാക്കും, അമേരിക്ക ഫസ്റ്റ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വ്യക്തിപരമായി സമാധാനം സൃഷ്ടിക്കാൻ എത്രമാത്രം ആഗ്രഹിച്ചാലും കൂടുതൽ യുദ്ധങ്ങൾ അഴിച്ചുവിടുകയല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തെ കൊണ്ട് സാധിക്കുകയില്ല എന്നതാണ് ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് യാതൊരുവിധ സംശയത്തിനും ഇടം അവശേഷിപ്പിക്കാതെ ചരിത്രം നമ്മെ വിളിച്ചറിയിക്കുന്നത്. അത് തിരിച്ചറിയാനുള്ളൊരു അവസരം കൂടെയായി ഈ നോമ്പുകാല ചിന്തകൾ നമുക്ക് പ്രയോജനം ചെയ്യട്ടെ. എന്നാൽ അമേരിക്കയിൽ മാത്രമല്ല, ലോകത്തെമ്പാടുമുള്ള, പ്രത്യേകിച്ച് ഭാരതത്തിലുള്ള ക്രിസ്ത്യാനികൾ ഈ ഒരു സത്യത്തെ തിരിച്ചറിയുന്നതിൽ നന്നായി ഭയക്കുന്നുണ്ട്. അതായത് ഡൊണാൾഡ് ജെ ട്രംപ് പ്രസിഡൻ്റായിരിക്കുന്ന അമേരിക്ക ലോകത്തിൻ്റെ മറ്റ് രാഷ്ട്രങ്ങളോട് എടുക്കുന്ന നിലപാടുകൾ പൈശാചികമാണ് എന്ന ചരിത്ര സത്യം, വചനസത്യം തിരിച്ചറിയുന്നതിന് പകരം ട്രംപ് ക്രിസ്ത്യാനിയാണ്, അതുകൊണ്ട് അമേരിക്കയും ക്രിസ്ത്യൻ രാജ്യമാണ്, അതുകൊണ്ട് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള അമേരിക്ക ഇറാൻ എന്ന് പറയുന്ന ഒരു ഇസ്ലാമിക രാഷ്ട്രത്തെ കീഴടക്കുന്നത് ക്രിസ്തു മതത്തിന് ഏതാണ്ട് വലിയ ലാഭം കൊണ്ടുവരും എന്ന് ചിന്തിക്കാനുള്ള മൗഢ്യം, വിഡ്ഢിത്തരം മാത്രമേ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനികൾക്കുള്ളൂ. ഇത് യേശു കാണിച്ച മാർഗത്തിന് ഘടകവിരുദ്ധമാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ബുദ്ധിയോ, തിരിച്ചറിഞ്ഞാൽ അത് പരസ്യമായി പ്രസ്താവിക്കാനുള്ള ധൈര്യമോ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഈ ചിന്തകൾ നിങ്ങളുമായി പങ്കിടുന്നത്. സുവിശേഷത്തോട് അല്പമെങ്കിലും ബന്ധമുള്ള യേശുവിൻ്റെ കാഴ്ചപ്പാടിനോടും മാതൃകയോടും അല്പമെങ്കിലും നീതി പാലിക്കാൻ താല്പര്യമുള്ള ഏവർക്കും വലിയ പ്രയാസമൊന്നുമില്ലാതെ മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യമാണ്, ഒരു രാഷ്ട്രത്തിനും മറ്റ് രാഷ്ട്രങ്ങളെ കീഴടക്കുവാനോ നിയന്ത്രിക്കുവാനോ, ഒരു വ്യക്തിക്കും മറ്റ് സഹജീവികളെ കീഴടക്കുവാനോ നിയന്ത്രിക്കുവാനുള്ള അവകാശം ദൈവം കൊടുത്തിട്ടില്ല. മനുഷ്യർ പരസ്പരം സ്നേഹിക്കുകയും സഹകരിക്കുകയും സഹവർത്തിത്വം ആചരിക്കുകയുമാണ്. സാഹോദര്യത്തിൽ പരസ്പരം നല്ല അയൽക്കാരായി കഴിയുകയാണ് ദൈവഹിതം എന്നത് യാതൊരു സന്ദേഹത്തിനും മാർജിനില്ലാതെ വചനം വെളിപ്പെടുത്തുമ്പോൾ അതിൽ നിന്ന് ഘടകവിരുദ്ധമായ അവസ്ഥകൾ വരുമ്പോൾ അതാണ് ദൈവഹിതം, അതാണ് ക്രിസ്ത്യാനിയുടെ അഭിമാനം എന്ന് പറയണമെങ്കിൽ അത്രമാത്രം വിഡ്ഢിത്തം കാലാകാലങ്ങളിൽ തലമുറകളായി ആർജിച്ചതിൻ്റെ ഫലമായിട്ട് മാത്രമേ ഈ അന്ധകാരത്തിൻ്റെ സങ്കല്പങ്ങൾ വെച്ചു പുലർത്തുവാൻ ക്രിസ്ത്യാനിക്ക് സാധിക്കുകയുള്ളൂ എന്ന ദുഃഖമേറിയ സത്യം തിരിച്ചറിയാൻ ഈ സമയത്ത് നമുക്കിടയാകട്ടെ. അതുകൊണ്ട് ഒരു കാര്യം വളരെ വളരെ വ്യക്തമാണ്, ലോകത്തിൽ ഒരു രാഷ്ട്രത്തിനും മറ്റ് രാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുവാനോ കീഴ്പ്പെടുത്തുവാനോ ഉള്ള അവകാശമില്ല. ഞാനിവിടെ എഴുതിയിരിക്കുന്നത് പോലെ, ഹൂ ഓർ വാട്ട് ഗിവ്സ് എനി നേഷൻ ദ റൈറ്റ് ടു കൺട്രോൾ ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ്. അത് എല്ലാ രാഷ്ട്രങ്ങളിലും ഈ വിഷയമുണ്ട്. ഇപ്പോൾ ഇറാൻ ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും അവർക്ക് ഈ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തുള്ള എല്ലാ രാഷ്ട്രങ്ങളെയും അവിടെ ചൊൽപ്പടിയിൽ കൊണ്ടുവരാൻ വലിയ താല്പര്യമുണ്ട്. ഇറാനും ഇസ്രായേലും ഒരേ നാണയത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ്. അതുപോലെ ലോകത്തിലെ മറ്റെല്ലാ രാഷ്ട്രങ്ങളും, ഇപ്പോൾ ചൈനയ്ക്കാണെങ്കിലും റഷ്യക്കാണെങ്കിലും വേണ്ട, രണ്ട് കാലയിൽ പിടിച്ചു നിൽക്കാൻ വയ്യാത്ത ഇന്ത്യക്ക് പോലും ലോകത്തെ മുഴുവനും സ്വന്തം ചൊൽപ്പടിയിൽ ആക്കിയാൽ കൊള്ളാൻ താല്പര്യമുണ്ട്.
സൈനികമായിട്ട് അതിന് കഴിവില്ലാത്തത് കൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി വിശ്വഗുരുവാണ്, അങ്ങനെയെങ്കിലും നമുക്ക് ലോകത്തെ മുഴുവനും നമ്മുടെ കാൽക്കീഴയാക്കാം എന്ന ഒരു ചിന്തയിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയോ വിശ്വഗുരുവാണ് എന്ന് പറഞ്ഞു നടന്നിട്ട് വല്ല കാര്യമുണ്ട്? അതുകൊണ്ട് എന്താണ് നേടാൻ പോകുന്നത്? ഇങ്ങനെയെങ്കിലും മറ്റുള്ളവർ ഞങ്ങളുടെ കീഴെയാണ് എന്നൊന്ന് വരുത്തി വെക്കാനാണ് ഈ വിശ്വഗുരു എന്ന് പറഞ്ഞ് നടക്കുന്നത്. ഇതൊക്കെ വെറും ആത്മീയമായി നോക്കുമ്പോൾ ആഭാസത്തരമാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി ദൈവം എല്ലാവർക്കും നൽകട്ടെ എന്ന് വിനീതമായി പ്രാർത്ഥിക്കുന്നു. ഇതിനകത്തെ ഒരു പ്രത്യേകമായ കൗതുകമേറിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ലോകത്തെ മുഴുവനും ചൊൽപ്പടിയിലാക്കാനായി ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന അമേരിക്ക, അതിൻ്റെ ഉള്ളിൽ തന്നെ വളരെ സ്ഫോടനാത്മകമായ അവസ്ഥയിലാണ് കഴിയുന്നത്. അമേരിക്ക ഈസ് നോട്ട് അറ്റ് പീസ് വിത്ത് ഇറ്റ് സെൽഫ്. നമുക്കറിയാം, ട്രംപ് പ്രസിഡന്റ് ആകുന്നത് തന്നെ അമേരിക്കൻ സമൂഹത്തെ ധ്രുവീകരിച്ച് അതിൻ്റെ ഉള്ളിലെ സമാധാനം അമ്പയെ കെടുത്തിയിട്ടാണ്. ഇപ്പോൾ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന മൂവ്മെൻ്റ് ആണെങ്കിലും, അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യമാണെങ്കിലും, ഇതിൻ്റെ എല്ലാം പുറകിൽ വർത്തിക്കുന്നത് സംഘർഷത്തിൽ കൂടെ മാത്രം അധികാരം കൈയടക്കാമെന്നും അതാണ് ഏറ്റവും അഭികാമ്യമായ മാർഗമെന്നുമുള്ള ഭീകരമായ തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണയുടെ വക്താവാണ്, സുപ്രസിദ്ധമായ ഏറ്റവും അഗ്രഗണ്യനായ വക്താവാണ് ട്രംപ് എന്നത് ഒരു യാഥാർത്ഥ്യമാകിയാൽ, എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ യാതൊരു ചുരുക്കമില്ല, ഇതതിൻ്റെ പച്ച പരമാർത്ഥമാകിയാൽ അത് പറയാതിരിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഇനിയും ഈ തരുണത്തിൽ ഇതിനോട് സംബന്ധമായ നമ്മോട് ചോദിക്കേണ്ട ഒരു ചോദ്യം ഞാനിവിടെ ചുവന്ന മഷിയിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അതായത്, വൈ ഡസ് കോൺഫ്ലിക്റ്റ് അപ്പീൽ സോ ഡീപ്ലി ടു ഹ്യൂമൻ സെൻസിബിലിറ്റി? ഇപ്പം അമേരിക്കയിൽ തന്നെ ട്രംപിന് ഇത്രമാത്രം പോപ്പുലാരിറ്റി ഉണ്ടായത് അദ്ദേഹം അമേരിക്കയിൽ സമാധാനം സ്ഥാപിച്ചിട്ടോ സമാധാനത്തിൻ്റെ മുറകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചതിനനുസരിച്ച് തൻ്റെ വ്യക്തിത്വത്തെ ആത്മീയമായി ശോഭ പിടിപ്പിച്ചിട്ടോ ഒന്നുമല്ല. അദ്ദേഹം കലഹത്തിൽ കൂടെ തന്നെയാണ്. നമുക്കറിയാം, 2020 വാഷിങ്ടൺ DC ക്യാപിറ്റലിൽ നടന്ന വലിയ കലാപം, ആ ഒരു കാഴ്ചപ്പാട്, ആ ഒരു പ്രവർത്തന രീതിയിൽ മാത്രമാണ് രാഷ്ട്രീയത്തിൽ ആളുകൾ പ്രവർത്തിക്കുന്നത്. ചിലർ കൂടുതൽ നഗ്നമായി ഈ മുറ പ്രയോഗിക്കും, ചിലർ കുറച്ചുകൂടെ ഗോപ്യമായി ഇൻഡയറക്റ്റായി അത് പ്രയോഗിക്കും. എല്ലാവരും പ്രയോഗിക്കുന്ന മർമ്മം ഇത് തന്നെയാണ്. നമുക്കറിയാം, ഇന്ത്യയിലാണെങ്കിൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് ഹിന്ദു മുസ്ലിം അല്ലെങ്കിൽ ഹിന്ദു ന്യൂനപക്ഷ വെറുപ്പ് കൂടുതലായി വർദ്ധിപ്പിച്ചിട്ട് അത് സംബന്ധമായ വർഗീയ കലാപങ്ങൾ അഴിച്ചുവിട്ടിട്ടൊക്കെ ഉള്ളതാണ്. ഇതിൻ്റെ വിശദാംശങ്ങൾ എവർക്കും അറിയാവുന്നതായതുകൊണ്ട്, പ്രത്യേകിച്ച് 2002 നടന്ന ഗുജറാത്തിലെ ഭീകരമായ വർഗീയ കലാപം, ഞാൻ ആ സമയത്ത് ഗുജറാത്തിൽ പോവുകയും അതിൻ്റെ വിശദാംശങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുകയും ചെയ്ത വ്യക്തിയാണ്. അത് സംബന്ധമായ ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ദ ഹാർവെസ്റ്റ് ഓഫ് ഹെയ്റ്റ് എന്നാണ്. അപ്പോൾ ഇതൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. മോദിയും അമിത്ഷായും സംഘപരിവാർ ആകമാനവും ഭാരതത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ ഐക്യത്തിൻ്റെ അടിത്തറ തന്നെ അനൈക്യമാണ്. ഹിന്ദുക്കളെയും മറ്റുള്ളവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും ധ്രുവീകരിച്ചിട്ടാണ് ഹിന്ദുക്കളുടെ ഐക്യം ഉണ്ടാക്കിയാൽ അത് ഭാരതത്തിന് നന്മ ചെയ്യും. ആ ഭാരതത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾക്കും ഉണ്ടാകരുത് എന്ന ധാരണയിൽ കൂടെ മാത്രമേ ഈ രാഷ്ട്രീയമായി ഭൗതികമായി സ്വാർത്ഥപരമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് ഐക്യം എന്ന് പറയുന്ന ലക്ഷ്യം സ്വായത്തമാക്കുവാൻ അല്ലെങ്കിൽ കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ എന്ന വലിയ മിഥ്യയിലാണ് നമ്മുടെ രാജ്യത്തും മറ്റ് രാജ്യങ്ങളിലും ആളുകൾ പ്രവർത്തിക്കുന്നത് എന്ന് നാം ഈ തരുണത്തിൽ തിരിച്ചറിയണം. ഇത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, മതത്തിലും ഇപ്രകാരം തന്നെയാണ്. നമുക്കറിയാം, നമ്മുടെ കൊച്ചു കേരളത്തിൽ ക്രിസ്ത്യാനികൾ ഏതാണ്ട് 18% ഉള്ളൂ. നമ്മുടെ ഇടയിൽ ക്രിസ്തീയ ഐക്യം ഉണ്ടാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? വേണ്ട. നമ്മുടെ ഏതെങ്കിലും സഭകളിൽ പരിപൂർണമായ ഐക്യം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എനിക്കറിവുള്ള 100 കണക്കിന് കൊച്ചു കൊച്ചു സഭകളിൽ, അതായത് ഓരോ സഭയിലെയും പള്ളികളിൽ ഇപ്പോൾ മാർത്തോമാ സഭയുടെ, അല്ലെങ്കിൽ ഓർത്തഡോക്സ് സഭയുടെ, അല്ലെങ്കിൽ CSI സഭയുടെ, ഇപ്പം ഞാനിവിടെ തിരുവനന്തപുരം പാളയത്ത് ക്രൈസ്റ്റ് ചർച്ചിലെ അംഗമായിരുന്നു. അതിനകത്ത് 2 ഗ്രൂപ്പുണ്ട്. അവർ പരസ്പരം
പൊരുതുന്ന പൊരുത് കണ്ടാൽ നിങ്ങൾ സംഘപരിവാറാണ് ഇതിനേക്കാൾ നല്ലതെന്ന് തോന്നും. അതാണ് നമ്മുടെ യാഥാർത്ഥ്യം. ഇപ്പോൾ സീറോ മലബാർ സഭയിൽ നടക്കുന്ന വലിയ വലിയ യുദ്ധം, അത് ഇറാൻ ഇസ്രയേൽ യുദ്ധത്തിനേക്കാൾ ഒട്ടും മോശമല്ല. നമുക്ക് അത്ര ശാരീരികമായ ശേഷിയില്ലാത്തത് കൊണ്ട് കുറഞ്ഞ തോതിൽ ഈ യുദ്ധം നടത്തുന്നു. കഴിവുണ്ടായിരുന്നെങ്കിൽ പശ്ചിമേഷ്യ യുദ്ധത്തെ വെല്ലുന്ന യുദ്ധം നമ്മൾ ഇവിടെ നടത്തുമായിരുന്നു. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. അവയ്ക്ക് നേരെ കണ്ണടച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പുറകിൽ വർത്തിക്കുന്ന അടിസ്ഥാന യാഥാർത്ഥ്യം എന്താണ് എന്ന് തിരിച്ചറിയുന്ന ഒരു അനുഭവമായി 2026 നോമ്പിനെ നമുക്ക് പ്രയോജനപ്പെടുത്താം. ആ പ്രശ്നം എന്താണ്? ആ പ്രശ്നത്തെ യഥാർത്ഥത്തിൽ അതിൻ്റെ പരിപൂർണമായ രീതിയിൽ ഏറ്റവും സ്പഷ്ടമായി തിരിച്ചറിയുന്നതിന് വേണ്ടി കൂടെയാണ് യേശു മരുഭൂമിയിൽ പോയി ഇത്ര ദീർഘമായി ധ്യാനിച്ചത് എന്നാണ് വിശ്വസിക്കുവാൻ നമുക്ക് വേദപുസ്തക അടിസ്ഥാനത്തിൽ സാധ്യമാകേണ്ടത്. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ലോകത്തിലുള്ള ഏറ്റവും വലിയ പ്രശ്നം, ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്താണ്? മനുഷ്യ സ്വഭാവത്തിൽ സംഭവിച്ച വൈകല്യമാണ്. ദി അബറേഷൻ ഇൻ ഹ്യൂമൻ നേച്ചർ. അതെന്താണ്? ദൈവം മനുഷ്യനെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. ദൈവം എന്ന തത്വം എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതും എല്ലാറ്റിനെയും ഒന്ന് ചേർത്ത് പിടിച്ച് എല്ലാറ്റിൻ്റെയും നന്മ ഒന്നുപോലെ അന്വേഷിക്കുന്ന ആ ഒരു കാഴ്ചപ്പാടാണ്. പക്ഷെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി, അതിന് വിപരീതമായി പ്രവർത്തിക്കുന്ന ഒരു മർമ്മത്തിലേക്ക് മനുഷ്യ സ്വഭാവം വഴുതിപ്പോയി. അതുകൊണ്ട് ഐക്യത്തിൻ്റെ അടിത്തറയിൽ നിന്നും പരസ്പരമായ കലഹത്തിൻ്റെയും അന്യവൽക്കരണത്തിൻ്റെയും അവസ്ഥയിലേക്ക് മനുഷ്യ സ്വഭാവം വഴുതിപ്പോയി എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൻ്റെ വിവിധമായ അവസ്ഥകളെ സത്യസന്ധമായി വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ദൈവമാണ് ലോകത്തെ സൃഷ്ടിച്ചത് എന്ന ആ സൃഷ്ടിയുടെ കഥ, ക്രിയേഷൻ സ്റ്റോറി കൊണ്ടാണ് വേദപുസ്തകം ആരംഭിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്, അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൻ്റെ ഐക്യം, എല്ലാറ്റിനെയും ഒന്നാക്കി നിർത്തുന്ന, എല്ലാറ്റിൻ്റെയും ആരോഗ്യം സംരക്ഷിക്കുന്ന, എല്ലാറ്റിൻ്റെയും നന്മയും മേന്മയും നിലനിർത്തുന്ന ഏകമർമ്മം ദൈവമാണ്. ആ സ്ഥാനത്ത് മനുഷ്യർക്ക് കയറിയിരിക്കാൻ സാധ്യമല്ല. ദൈവകേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥിതിയിൽ മാത്രമേ മനുഷ്യർ സാഹോദര്യത്തിൻ്റെ ആ വിശാലതയിൽ, സമാധാനത്തിൽ, പരസ്പര ഐക്യത്തിൽ, സ്നേഹത്തിൽ, സന്തോഷത്തിൽ വസിപ്പാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യർ കയറിയിരുന്നാൽ അതിൻ്റെ ഫലം ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും എന്നതാണ് ഈ വേദപുസ്തകത്തിൻ്റെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകത്തിൽ ഇപ്രകാരമാണ് സൃഷ്ടിയെല്ലാം ഉളവായത് എന്ന ആ വിവരണത്തിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് അതിന് ആ വ്യവസ്ഥിതിക്ക് കാര്യമായ തകർച്ച വന്നു. ദൈവത്തിൻ്റെ സ്ഥാനത്ത് മനുഷ്യൻ കയറിയിരുന്നത് കൊണ്ടാണ് സാത്താൻ പറയുന്നത്, ഈ ഫലം തിന്നാൽ നിന്റെ കണ്ണ് തുറക്കുകയും ദൈവത്തെ പോലെ ആയിത്തീരുകയും ചെയ്യും. ദൈവത്തെ പോലെ ആയിത്തീർന്നാൽ ദൈവത്തിൻ്റെ കസേരയിൽ കയറി ഇരിക്കുന്നത് നിന്റെ അവകാശമാണ്. ആ ഒരു കാഴ്ചപ്പാടിലാണ് മനുഷ്യർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. പ്രത്യേകിച്ച് അധികാരമൊക്കെ ഉള്ളവർ, സ്വാധീനമുള്ളവർ, പണക്കാർ, അവർ തീർച്ചയായും ദൈവത്തിൻ്റെ സ്ഥാനത്ത് തന്നെ ഇരിക്കുന്നവർ എന്ന നിലയിലാണ് പ്രവർത്തിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മുടെ മെത്രാന്മാരും ഒക്കെ പെടുമെന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത് എന്ന് തിരിച്ചറിയാൻ സാധാരണ ജനത്തിന് കഴിയാതെ പോവുകയും അവരെ ഇപ്രകാരം പരസ്പര വഴക്കിലും വയ്യാവേലിയിലും ആക്കുന്ന ആളുകൾ തന്നെയാണ് അവരുടെ രക്ഷിതാക്കൾ, അവരുടെ വാല പിടിക്കുന്നതാണ് അവരുടെ ഏറ്റവും നല്ല അനുഗ്രഹം എന്ന തെറ്റിദ്ധാരണയിൽ മാത്രം ജനം കഴിഞ്ഞുകൂടുമ്പോൾ ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് മനുഷ്യജാതിക്ക് വിടുതൽ പ്രാപിപ്പാൻ യാതൊരു മാർഗവുമില്ല എന്ന തിരിച്ചറിവ് യേശുവിൻ്റെ എല്ലാ പ്രസ്താവനകളിലും പ്രതികരണങ്ങളിലും ഇടപെടലുകളിലും ഉണ്ട് എന്ന സുവിശേഷത്തിൽ നിങ്ങൾ അല്പം ശ്രദ്ധ വെച്ച് വായിച്ചാൽ പ്രത്യേകം മനസ്സിലാകുന്നതാണ്. അതുകൊണ്ടാണ് വേദപുസ്തകത്തിൽ സൃഷ്ടിയുടെ ആ കഥ വിവരിക്കുന്നത് പോലെ മനുഷ്യരാശിയുടെ പതനം, ദ സ്റ്റോറി ഓഫ് ദ ഫോൾ ഓഫ് മാൻ, അതും രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-2 അധ്യായത്തിൽ സൃഷ്ടിയുടെ കാര്യം പറയുമ്പോൾ 3-ാം അധ്യായത്തിൽ വീഴ്ചയുടെ കഥയാണ് പറയുന്നത്. ഇത് വളരെ ശ്രദ്ധേയമാണ്. ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ മാത്രമേ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ എന്താണെന്നും ആ അവസ്ഥയ്ക്ക് എപ്രകാരമാണ് വിടുതൽ ഉണ്ടാകേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്രകാരമുള്ളൊരു പ്രതികരണമാണ് യേശു ക്രിസ്തുവിൽ നാം കാണുന്നത്. അതിൻ്റെ ആരംഭം കുറിക്കുന്ന യേശുവിൻ്റെ മരുഭൂമിയിലെ ആ ധ്യാനത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ആത്മീകമായ അച്ചടക്കത്തിൽ വളരുവാനുള്ള താല്പര്യത്തിൻ്റെയും
അടിസ്ഥാനത്തിലാണ് ആയിരിക്കണം എന്ന് ഇത്തരുണത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം സൃഷ്ടിച്ച ഐക്യത്തിൻ്റെ അടിത്തറ ഉപേക്ഷിച്ച് പരസ്പരമായ എതിർപ്പിൻ്റെയും കലഹത്തിൻ്റെയും ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് കയ്യൂക്കിൽ മാത്രം ആശ്രയിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കാം എന്ന വലിയ തെറ്റിദ്ധാരണയുടെയും തൽഫലമായി ഉത്ഭവിക്കുന്ന യുദ്ധങ്ങളുടെയും കഥയാണ് മനുഷ്യരാശിയുടെ കഥയെന്ന ചരിത്രകാരന്മാർ ഒരേ സ്വരത്തിൽ നമ്മെ വിളിച്ചറിയിക്കുന്നു. ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ അവസ്ഥ ഇപ്രകാരമായിത്തീരുന്നത് നമുക്കറിയാം. സെയിൻറ്റ് അഗസ്റ്റിൻ്റെ ദ സിറ്റി ഓഫ് ഗോഡ് എന്ന പുസ്തകം, ദൈവത്തിൻ്റെ നഗരം എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത്, മനുഷ്യൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കെ അവൻ സമാധാനം പ്രസംഗിക്കുകയും അതേസമയം തന്നെ യുദ്ധത്തിനുള്ള പടക്കോപ്പുകൾ ശേഖരിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. മാൻ വിൽ പ്രീച്ച് പീസ് ആൻഡ് പ്രിപ്പയർ ഫോർ വോർ അറ്റ് ദ സെയിം ടൈം എന്നാണ് സെയിൻറ്റ് അഗസ്റ്റിൻ തൻ്റെ വിഖ്യാതമായ പുസ്തകം ദ സിറ്റി ഓഫ് ഗോഡ് അതിനെഴുതി വച്ചിരിക്കുന്നത് എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർത്തു പോവുകയാണ്. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം, അതായത് മനുഷ്യ സ്വഭാവത്തിൽ സംഭവിച്ച വലിയ വലിയ മാരകമായ ഭീകരമായ വൈകല്യം മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളെയും എല്ലാ തലത്തിലും തട്ടത്തിലും എപ്പോഴും ബാധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം. അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം, ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ്, രണ്ട് മതങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇന്റർ റിലിജിയസ് റിലേഷൻഷിപ്സ്, ഇന്റർ ഡിനോമിനേഷണൽ റിലേഷൻഷിപ്പ്, രണ്ട് സഭകൾ തമ്മിലുള്ള ബന്ധം, ഭാരതത്തിൻ്റെ അവസ്ഥയിൽ പറഞ്ഞാൽ ഇന്റർ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ്. ഇപ്പം കേരളവും തമിഴ്നാടും തമ്മിൽ തന്നെ യുദ്ധമാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ തമിഴ്നാടും കർണാടകയും യുദ്ധമാണ്, അതും വെള്ളത്തിൻ്റെ പ്രശ്നമാണ്. നമുക്കറിയാം ഇൻ്റർനാഷണൽ, അന്താരാഷ്ട്രീയ തലത്തിൽ എങ്ങനെ നോക്കിയാലും രണ്ടു പേർ കൂടി വന്നാൽ അവർ മൂന്ന് ദിശയിലേക്ക് വലിക്കും. അതിൻ്റെ മർമ്മം എന്താണെന്നുള്ള ഒരു വെളിപ്പെടുത്തലാണ് സുവിശേഷം എന്ന ഈ തരുണത്തിൽ നമുക്ക് ഓർക്കേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു വലിയ തിരിച്ചറിവ് യേശു തൻ്റെ മരുഭൂമിയിലെ ധ്യാനത്തിൻ്റെ അവസ്ഥയിലാണ് പ്രാപിച്ചത് എന്ന് നമുക്ക് ഈ തരുണത്തിൽ ഒന്ന് ഓർത്തിരിക്കും. അതുകൊണ്ട് ഈ ഒരു യാഥാർത്ഥ്യത്തെ അഭിമുഖീകരിക്കുകയും അതിനെ അതിജീവിക്കുകയും ചെയ്യാതെ ഈ ലോകത്തിൽ മനുഷ്യർക്ക് സമാധാനം കാംക്ഷിക്കുന്ന ഒരു വ്യക്തിപരമായ ദർശനമോ സ്വഭാവമോ ആർജിക്കുവാനോ സമാധാന കേന്ദ്രീകൃതമായ ഒരു വ്യവസ്ഥിതി സൃഷ്ടിക്കുവാനോ സാധ്യമല്ല എന്നതാണ് ചരിത്രം നമ്മെ അറിയിക്കുന്ന യാഥാർത്ഥ്യം, ദ ട്രൂത്ത് ഓഫ് ഹിസ്റ്ററി. അതുകൊണ്ടാണ് ചരിത്രം യുദ്ധങ്ങളുടെയും കലാപങ്ങളുടെയും ചരിത്രമാണ് എന്ന് ചരിത്രകാരന്മാർ തന്നെ നമ്മളോട് പറയും. അതുകൊണ്ട് സുവിശേഷത്തിൽ കൂടെ നമുക്ക് തിരിച്ചറിയാവുന്ന ഒരു വലിയ സത്യമുണ്ട്. മതം പറയുന്നു നിങ്ങൾ വാളെടുക്കുവീൻ, യേശു പറയുന്നു നിങ്ങൾ വാൾ ഉറയിലിടുവീൻ. ഈ വ്യത്യാസം നാം മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്കറിയാം യേശു തൻ്റെ ശിഷ്യന്മാരുമായി ഗെത്സമന തോട്ടത്തിൽ ധ്യാനിക്കാൻ പോകുമ്പോൾ നമ്മെ വളരെയധികം ചിന്താക്കുഴപ്പത്തിലാക്കുന്ന വിധത്തിൽ യേശു പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എത്ര വാളുകൾ കരുതിയിട്ടുണ്ട്? അപ്പോൾ പത്രോസ് പറഞ്ഞ 2 വാളുണ്ട്. യേശു പറഞ്ഞു അത് മതി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഒരു മതപരമായ പശ്ചാത്തലത്തിൽ നിന്നാണ്. അവിടെ വാള് ഉണ്ടെങ്കിലേ സാധിക്കൂ. മതമുണ്ടോ വാളുണ്ടായിരിക്കും, സംശയിക്കേണ്ട. ചരിത്രം അതാണ്, അല്പം പോലും സംശയിക്കേണ്ട. ഇപ്പോഴും അത് തന്നെയാണ്. ചരിത്രം അവസാനിക്കുന്നതുവരെയും മതമെന്ന് പറഞ്ഞാൽ വാളാണ്. ദയവായി മനസ്സിലാക്കുക, ധൈര്യമുള്ളവർ മനസ്സിലാക്കുക. യേശു പറയുന്നു വാള് ഉറയിലിടൂ, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. അപ്പം ആ ഒരു പാഠം പഠിപ്പിക്കണമെങ്കിൽ ഈ വാള് ഗെത്സമനത്തോട്ടത്തിൽ ഉണ്ടാകുകയും അത് പ്രയോഗിക്കാനായി തൻ്റെ ശിഷ്യന്മാർ തന്നെ ഉരുമ്പിടുകയും ചെയ്യുമ്പോൾ മാത്രമേ ഈ ഒരു വലിയ ആത്മീയ സത്യം വെളിപ്പെടുത്തുവാനുള്ള അവസരം ഉണ്ടാകുകയുള്ളൂ എന്നതുകൊണ്ടാണ് യേശു അവരോട് ചോദിക്കുന്നത്, നിങ്ങൾ എത്ര വാളുകൾ കരുതിയിട്ടുണ്ട്? അത് വാള് പ്രയോഗിക്കാനല്ലായിരുന്നുവെന്ന് ഗെത്സമനത്തോട്ടത്തിലെ സംഭവത്തിൽ കൂടെ നമുക്ക് വ്യക്തമായി തിരിച്ചറിയാവുന്ന. എന്നാൽ അതിന് പകരം ഒരു പുതിയ വാള് യേശു നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. യേശു പറഞ്ഞു, ഞാൻ സമാധാനം സൃഷ്ടിക്കാനല്ല, ഒരു വാള് ലോകത്തിൽ കൊണ്ടുവരുവാനാണ് വന്നത്. ഇത് വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടുള്ള പ്രസ്താവനയാണ്. എൻ്റെ അർത്ഥം യേശു പുതിയ ടെക്നോളജി കൊണ്ടുവന്നു എന്നുള്ളതല്ല. ഈ പുതിയ വാളെന്ന് പറയുന്നത്
ചരിത്രത്തിൽ എപ്പോഴും മിന്നിത്തിളങ്ങിയ വാള് മറ്റുള്ളവർക്കെതിരെ പ്രയോഗിക്കാനാണ്. യേശു അറിയിക്കുന്ന സമാധാനത്തിൻ്റെ വാള് നാം ഓരോരുത്തരും നമ്മുടെ സ്വഭാവത്തിൻ്റെ വൈകൃതത്തിനെതിരെ പ്രയോഗിക്കേണ്ട ആത്മാവിൻ്റെ വാളാണ്. ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. ആ ആത്മാവിൻ്റെ വാള് നമ്മുടെ സ്വഭാവത്തിനെതിരെ നാം പ്രയോഗിക്കുമ്പോൾ നമ്മുടെ മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈകല്യമായ ഏകപക്ഷീയമായി മാത്രം പ്രവർത്തിക്കുന്ന, അതാണ് പൈശാചികമായ മർമ്മം എന്നതിന് മുമ്പുള്ള വീഡിയോയിൽ കൂടെ വളരെ വിശദീകരിച്ച് അവതരിപ്പിച്ചുള്ള ആശയമാകെ ഞാൻ ആവർത്തിക്കുന്നില്ല. ആ ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്ന മനുഷ്യൻ്റെ സ്വഭാവ പ്രവണതയ്ക്കെതിരെ പ്രയോഗിക്കേണ്ട വാളിനെയാണ് ആത്മാവിൻ്റെ വാള്. ആ വാളാണ് യേശു ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയത് എന്നത് നാം തിരിച്ചറിയേണ്ട ഒരാവശ്യം ഈ ലെൻറ്റിലുണ്ട്. അതുകൊണ്ട് യേശു മനലാരണ്യത്തിൽ ധ്യാനിച്ചത് മനുഷ്യ സ്വഭാവത്തെ അടക്കിപ്പറ്റിക്കുന്ന മർമ്മമായ ഏകപക്ഷീയതയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ദൈവത്തോടുള്ള സഹകരണത്തിൻ്റെ അടിസ്ഥാന മർമ്മമായ പാരസ്പര്യത പ്രാപിക്കുന്നതിനും അത് കേന്ദ്രീകരിച്ച് മനുഷ്യൻ്റെ ഇഹലോക അവസ്ഥയുടെ എല്ലാ അംശങ്ങളെയും പുനർനിർവചിക്കുന്നതിന് വേണ്ടി ആയിരുന്നു എന്ന് നമുക്ക് ഒന്ന് ഓർത്തിരിക്കാം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ നിങ്ങളുടെ അയൽക്കാരെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ സ്വയത്തെ ത്യജിക്കണം. മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. ആരെങ്കിലും അവനെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിക്കണം. കാരണം എന്താണ്? സ്വയത്തിൻ്റെ പ്രവർത്തന രീതിയോ ഏകപക്ഷീയത തന്നെ. അതിൽ നിന്ന് വിടുതൽ പ്രാപിക്കാതെ ആർക്കും ദൈവികമായി പ്രവർത്തിക്കാൻ സാധ്യമല്ല. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഏറ്റവും കൂടുതൽ സ്വാർത്ഥപരമായും ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്ന നമ്മുടെ നേതാക്കന്മാരാണ് യേശുവിൻ്റെ പ്രതിപുരുഷന്മാരെന്നൊക്കെ നാം പറഞ്ഞു നടക്കുമ്പോൾ നമ്മുടെ അവസ്ഥ എത്ര ഭീകരമാണ് എന്ന് മനസ്സിലാക്കുക. അപ്പം ഈ ഒരു യാഥാർത്ഥ്യം തന്നെ തിരിച്ചറിയണമെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്ന അവസ്ഥയിൽ മാത്രമേ, സ്നേഹത്തിൻ്റെ കണ്ണിൽ കൊണ്ട് നോക്കിയാൽ മാത്രമേ ഈ ഏകപക്ഷീയമായി പ്രവർത്തിക്കുന്ന മനുഷ്യ സ്വഭാവത്തിൻ്റെ വൈരൂപ്യവും നഗ്നതയും യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ, വേണ്ടതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏകപക്ഷീയമായ താല്പര്യത്തോടെ മനുഷ്യൻ ദൈവത്തെ സമീപിക്കുമ്പോൾ അവർ ദൈവത്തെ സ്വന്തം ഹിതത്തിന് കീഴ്പ്പെടുത്തുവാൻ ശ്രമിക്കുകയും ദൈവത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് ദൈവത്തെ വളച്ചൊടിച്ച് സ്വന്തം കാര്യസാധ്യത്തിനുള്ള ഒരു ഉപകരണമായത് അപമാനിക്കുകയും ചെയ്യുന്നു. അതാണിപ്പോൾ ആ മതത്തിൻ്റെ മേഖലയിൽ, പ്രത്യേകിച്ച് പ്രോസ്പെറിറ്റി ഗോസ്പലിൻ്റെ സാഹചര്യത്തിൽ കണ്ടുകൊണ്ടേയിരിക്കുന്നത് എന്ന് ദയവായി മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നാം ഇപ്പോൾ ഈ നോമ്പ് കാലത്ത് നമ്മോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. വാട്ട് അപ്പീൽസ് ടു യു മോസ്റ്റ്, പീസ് ഓർ വാർ? നമ്മൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സഭകളും, മിക്കവാറും എല്ലാ സഭകളും ഞായറാഴ്ച ആരാധനാമധ്യേ സ്വലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ എല്ലാവരും അവിടെ എഴുതി വച്ചിരിക്കുന്ന പ്രാർത്ഥന. അതേസമയം അടുത്തിരിക്കുന്നവനോട് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്തവരാണ് ലോക സമാധാനത്തിന് വേണ്ടി ഇങ്ങനെ ആഴ്ചതോറും യാന്ത്രികമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കപടഭക്തി ദൈവത്തിന് തിരിച്ചറിയില്ല, ദൈവത്തിന് കണ്ണില്ല, കേൾക്കാൻ ചെവിയില്ല, കണ്ടാലൊന്നും മനസ്സിലാകത്തുമില്ല എന്ന ഒരാശ്വാസത്തിലാണ് ഈ കപട നാടകം നാം അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദയമായി. നമ്മുടെ ഉള്ളിലോ സമാധാനത്തോടല്ല കലഹത്തോടാണ് നമുക്ക് പ്രിയം എന്നതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ട്രംപ് പറയുകയാണ് അമേരിക്ക ഫസ്റ്റ്, എല്ലാവരിലും മുന്നിൽ അമേരിക്ക, ഏറ്റവും മുമ്പിൽ അമേരിക്ക എന്ന് പറയുമ്പോൾ അത് സ്വയത്തിൻ്റെ ഒരു അട്ടഹാസമല്ലയോ? ഒരു രാജ്യം, വ്യക്തികൾക്ക് സ്വയം ഉള്ളതുപോലെ രാജ്യങ്ങൾക്കും സ്വയമുണ്ട്, സെൽഫ് ഉണ്ട്. അതിന് കലക്റ്റീവ് സെൽഫ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അതും ത്യജിച്ചെങ്കിൽ മാത്രമേ അത് വാസ്തവത്തിൽ ക്രിസ്തീയമായ ദർശനമുള്ള ഒരു രാഷ്ട്രമായി തീരുകയുള്ളൂ. അത് യേശു നിർദ്ദേശിച്ച അടിസ്ഥാന പ്രമാണത്തിന് ഘടകവിരുദ്ധമാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ഇച്ഛിച്ചാൽ സ്വയം ത്യജിക്കണം എന്നത്. നമുക്ക് പിന്നെ നമ്മോട് തന്നെ ചോദിക്കാം, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭകളുടെ മധ്യത്തിൽ എന്താണ് സമാധാനമില്ലാത്തത്? എന്തുകൊണ്ടാണ് സഭകൾക്ക് ഒന്നായി ഒരുമിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാത്തത്? കാര്യം ഇത്രയേ ഉള്ളൂ. കത്തോലിക്ക സഭ പറയും കത്തോലിക്ക സഭ ഒന്നാമത്, കാത്തലിക് ചർച്ച് ഫസ്റ്റ്. CSI സഭ പറയും CSI ഫസ്റ്റ്. മാർത്തമ പറയും അയ്യോ അങ്ങനൊന്നുമല്ല, ഞങ്ങളാണ് ഫസ്റ്റ്. വേണ്ട, പാസ്റ്ററോട് ചോദിച്ചേ പെന്തക്കോസ്, അയ്യോ ബാക്കി എല്ലാവരും സാത്താനാണ്, ഞാൻ മാത്രമാണ് ഫസ്റ്റ് എന്നല്ല, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു.
ഇതാണ് നമ്മുടെ അവസ്ഥ. എല്ലാവരും കർത്താവിനെ അനുഗമിക്കുന്നവരും കർത്താവിന് വേണ്ടി ഹൃദയം അങ്ങ് ഒഴിഞ്ഞു വെച്ചവരുമാണ്. ദയവായി മനസ്സിലാക്കുക. അപ്പം അതുകൊണ്ട് ഇപ്രകാരമുള്ള ഈ അധപ്പതിച്ച വളരെ സങ്കുചിതമായ അവസ്ഥയിൽ നിന്ന് നമുക്ക് എങ്ങനെ വിടുതൽ പ്രാപിപ്പാൻ സാധിക്കും എന്ന ചോദ്യത്തിന് യേശു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 4-ാം വാക്യമാണ്. നിങ്ങൾ അവനിലും അവൻ നിങ്ങളിലും വസിച്ചാൽ ഈ സങ്കുചിതമായ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ പ്രാപിപ്പാനും സമാധാനത്തോടെ ഈ ലോകത്തിൽ മറ്റുള്ളവരുമായി സഹകരിച്ച് ദൈവത്തോടുള്ള പങ്കാളിത്തത്തിൽ അവൻ്റെ ഹിതം ലോകത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവരുവാനുള്ള ലക്ഷ്യത്തിൽ ജീവിപ്പാനുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായിത്തീരും. അല്ലാതെ മറ്റൊരു വിധത്തിലും ലോകത്തിൽ സമാധാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ യാതൊരു മാർഗവുമില്ല എന്ന കഴിഞ്ഞ 7000 വർഷത്തെ ചരിത്രം യാതൊരു സംശയവുമില്ലാതെ നമ്മെ വിളിച്ചറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് നാം ചെറുപ്പം മുതലേ പഠിച്ചത് മറ്റുള്ള മതത്തിലുള്ള ആളുകളുമായി എപ്പോഴും വെറുപ്പും എന്താണ് അകൽച്ചയും പാലിക്കുക മാത്രവുമല്ല, നിങ്ങൾ ക്രിസ്ത്യാനികളാണെങ്കിൽ ഒരു സഭയിലുള്ള ആളുകൾ മറ്റുള്ള സഭയിലെ ആളുകളുമായി ഒരു വിധത്തിലും സഹകരിക്കരുത്, കഴിയുമെങ്കിൽ അവരെ വെറുക്കുക. പിന്നെ ആ ഡിനോമിനേഷനകത്തെ ഒരു പള്ളിയുടെ അംഗങ്ങളാണെങ്കിൽ അതിനകത്ത് 2 കൂട്ടരുണ്ടായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ ചേർന്ന് മറ്റുള്ള കൂട്ടരെ നിങ്ങൾ വെറുക്കുകയും അവരെ തോൽപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, മിക്കവാറും എല്ലാ സഭകളിലും എല്ലാ പള്ളികളിലും ഒരച്ഛൻ പാർട്ടി ഉണ്ടായിരിക്കും. അച്ഛൻ്റെ കൂടെ നിൽക്കാൻ കുറേ ആളുകൾ, പിന്നെ മറ്റ് അച്ഛൻ്റെ വിമതരായിട്ടുള്ളൊരു പാർട്ടി. അങ്ങനെ ഓരോ പള്ളിയും 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ നമുക്കറിയാം കിഴക്കോട്ട് നോക്കുന്ന പാർട്ടി, പിന്നെ പടിഞ്ഞാട്ട് നോക്കുന്ന പാർട്ടി. അത് സീറോ മലബാർ സഭയാണ്. ഇപ്പം വിശുദ്ധ സംസർഗം അല്ലെങ്കിൽ ഈ ദിവ്യബലി അർപ്പിക്കുമ്പോൾ കിഴക്കോട്ട് നോക്കണമോ പടിഞ്ഞാട്ട് നോക്കണമോ? ഈ കിഴക്കോട്ട് നോക്കുന്നവരും പടിഞ്ഞാട്ട് നോക്കുന്നവരും നമ്മളെ യുദ്ധം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. മിഡിൽ ഈസ്റ്റ് യുദ്ധം, ഇറാനും ഇസ്രയേലും തമ്മിൽ സമാധാനം ഉണ്ടായാലും ഈ കിഴക്കോട്ട് നോക്കുന്നവരും പടിഞ്ഞാട്ടോട്ട് നോക്കുന്നവരും തമ്മിൽ സമാധാനം ഉണ്ടാകത്തില്ല എന്ന് നമുക്കറിയാം. നമുക്കറിയാം ബാറയ്ക്ക് മോറോൺ പാർട്ടിയുണ്ട്, നോൺ ബാറയ്ക്ക് മോറോൺ പാർട്ടി. ആരാധനാമധ്യത്തിൽ ബാറയ്ക്ക് മോറോൺ അടിക്കുന്നവർ ഒരു കൂട്ടർ, ബാറയ്ക്ക് മോറോൺ അടിക്കാത്തവർ മറ്റൊരു കൂട്ടർ. പിന്നെ നമുക്കറിയാം മറുഭാഷാ പാർട്ടി, ദൈവത്തെ ആരാധിക്കുന്നവർ മറുഭാഷയിൽ കൂടെ മാത്രമേ ആക്കത്തുള്ളൂ എന്ന് പറയുന്നൊരു പാർട്ടി. മറുഭാഷ പറയുന്നവർ കള്ളന്മാരാണെന്ന് പറയുന്ന എന്നെ പോലെയുള്ള ആളുകൾ, അത് വേറൊരു പാർട്ടി. പിന്നെ നോക്കുമ്പോൾ 1934 ഭരണഘടന അംഗീകരിക്കുന്നവർ ഒരു പാർട്ടി, 1934 ഭരണഘടന അംഗീകരിക്കാത്തവർ വേറൊരു പാർട്ടി. ഇവർ തമ്മിൽ യുദ്ധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാണ്, കടിയാണ്, തൊഴിയാണ്, ചീത്തവിളിയാണ്. ഇതെല്ലാം ദൈവമഹത്വത്തിന് വേണ്ടിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മളെല്ലാവരും എല്ലാവരും ഇതാ നോമ്പ് ആചരിക്കുന്നു. അതിനൊരു കുറവും വരാതെ പരസ്പരം അടിക്കുകയും കടിക്കുകയും ശപിക്കുകയും ചെയ്യുമ്പോൾ യാതൊരു ന്യൂനതയും ഇല്ലാതെ നാം നോമ്പ് എന്താണ് പറയുന്നത് ആചരിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ അവസ്ഥ എന്ന് നാം തിരിച്ചറിയുന്നില്ല. യേശു വിഭാവന ചെയ്ത അവസ്ഥയിൽ നിന്ന് നാം എത്രയോ ദൂരെയായി പോയിരിക്കുന്നു എന്നൊന്ന് തിരിച്ചറിയാനെങ്കിലും ഈ നോമ്പ് കാലത്ത് നമുക്ക് ഇടയാകട്ടെ. അപ്പോൾ യേശു പറയുന്നു, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യത്തിൽ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, ലോകം തരുന്നത് പോലെയല്ല, എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു. എങ്ങനെയാണ് അത് യേശുവിൻ്റെ സമാധാനം ലോകം പറയുന്ന സമാധാനത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്? ലോകത്തിൻ്റെ സമാധാനം കയ്യൂക്കൊണ്ട് സ്ഥാപിക്കാനും നിലനിർത്താനും സാധിക്കുന്നു എന്ന വലിയ തെറ്റിദ്ധാരണയിൽ വേരൂന്നി നിൽക്കുമ്പോൾ, യേശുവിൻ്റെ സമാധാനമോ മനുഷ്യൻ്റെ സ്വഭാവത്തിൽ കാര്യമായ ഒരു രൂപാന്തരം സംഭവിക്കാതെ ഈ ലോകത്തിൽ സമാധാനം സാധ്യമല്ല എന്ന ആത്മീയമായ തിരിച്ചറിയിൽ വേരൂന്നി നിൽക്കുന്നു. അതുകൊണ്ട് സമാധാനത്തിലേക്കുള്ള വഴി എന്ത് എന്ന് യേശു വളരെ കൃത്യമായി വെളിപ്പെടുത്തിയിട്ടുണ്ട്. അത് വളരെ ലഘുവാണ്, വളരെ സിമ്പിളാണ്. നിങ്ങളുടെ അയൽക്കാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കാൻ സാധിക്കുമോ? അതുകൊണ്ട് ലെറ്റ് our Lent enable us to accommodate our neighbor also within the circle of our interests and responsibilities. മറ്റുള്ളവരെ കൂടെ ഉൾക്കൊള്ളുന്ന വിശാലത പ്രാപിക്കുന്ന ഒരാത്മീയ ദർശനം പ്രാപിക്കുന്ന ഒരു വിടുതലിൻ്റെ അവസ്ഥയായി 2026 ആണ്ടിലെ നോമ്പിൻ്റെ അനുഭവം നമുക്ക് ആത്മീയമായി അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.
ലോക സമാധാനത്തിന് വഴിയൊരുക്കുവാൻ വന്ന യേശുവിനെ മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവദൂഷണം പറയുന്നവനായി കാണുകയും അവനെ കൊന്നാൽ മാത്രമേ ദൈവത്തിന് രക്ഷയുള്ളൂ എന്ന അടിയുറച്ച കട്ടിയേറിയ വിശ്വാസത്തിൽ കാണിച്ച അതിക്രമത്തെ ഓർക്കുന്നൊരു കാലഘട്ടമാകയാൽ, നോമ്പ് അപ്രകാരമുള്ള ഒരു കാലഘട്ടമാകയാൽ ഈ ചിന്തകൾ നോമ്പിനോടുള്ള ബന്ധത്തിൽ മാത്രമാണ് നിർവഹിച്ചത് എന്ന് തിരിച്ചറിയുവാൻ ആർക്കും പ്രയാസമുണ്ടാകുകയില്ല എന്ന് കരുതുകയാണ്. ഈ പങ്ക്തിയിൽ സഹകരിക്കുന്ന ഏവരോടുമുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.